ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ് SIT കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് SIT കസ്റ്റഡി ആവശ്യപ്പെട്ടത്. കട്ടിളപ്പാളിയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. 2 കേസുകളിൽ പ്രതിയാണ് KS ബൈജു. ചാറ്റൽ മഴ അവഗണിച്ച് ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം. ഉച്ചയ്ക്ക് 1 മണിവരെ 45,895 പേരാണ് വെർച്വൽ ക്യൂ വഴി പമ്പയിൽ നിന്ന് പ്രവേശിച്ചത്. ഇന്നലെ 95,000 ഭക്തരാണ് മല ചവിട്ടിയത്. രാവിലെ മുതൽ തുടരുന്ന തീർത്ഥാടക പ്രവാഹം ഇപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പമ്പയിൽ നിന്ന് തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തീർത്ഥാടകരുടെ പ്രവാഹം തുടരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായത്. പ്രത്യേകിച്ചും ഇന്ന് ശനിയാഴ്ചയാണ്. നാളെ ഞായർ അവസാനത്തെ ദിവസങ്ങളായ ആഴ്ചയുടെ അവസാനം അവധി ദിവസങ്ങൾ. ഈ സമയത്ത് കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന സാഹചര്യം എല്ലായ്പ്പോഴും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് കാലത്ത് മുതൽ, അതായത് ഇന്നലെ രാത്രിയെല്ലാം പുറപ്പെട്ട മലയാളികളായിട്ടുള്ള തീർത്ഥാടകർ ഇന്ന് രാവിലെ ദർശനം നടത്തി മടങ്ങുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇന്നലെ രാത്രി പുറപ്പെട്ട ഇന്ന് കാലത്ത് സമീപ ജില്ലകളിൽ നിന്ന് പുറപ്പെട്ടവരെല്ലാം തന്നെ ഉച്ചയോടുകൂടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതോടൊപ്പം തീർത്ഥാടകർ ഇപ്പോൾ ഇന്ന് നെയ്യഭിഷേകം കഴിഞ്ഞ് നാളെ രാവിലെ മടങ്ങേണ്ട സാഹചര്യമാണ്. മഴ രാവിലെ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും സുഗമമായി എത്താൻ സാധിച്ചു എന്നാണ് തീർത്ഥാടകർ നമ്മളോട് പറഞ്ഞത്. അതേസമയം ഒട്ടേറെ നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡും പോലീസും നൽകുന്നുണ്ട്. പുല്ലുമേട് കടന്നുള്ള തീർത്ഥാടകരുടെ പ്രവാഹത്തിൽ നേരിയ കുറവുണ്ട്. കാരണം പുല്ലുമേട് വഴി ചെങ്കുത്തായ ഇറക്കങ്ങളും കയറ്റങ്ങളുമുണ്ട്. അതെല്ലാം തന്നെ കയറി വരാൻ അധികൃതർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ എത്തുന്ന ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് വേണം തീർത്ഥാടകർ ദർശനം നടത്താൻ എന്നുള്ള അനൗൺസ്മെൻറ്റുകൾ തുടരുന്നുണ്ട്. അതോടൊപ്പം ക്രമാതീതമായ തിരക്കുണ്ട് എന്നപ്പോൾ നമുക്ക് ഇതിന് പിന്നിൽ തന്നെ കേൾക്കാം. ക്രമാതീതമായ തിരക്ക് തുടരുകയാണ് എന്നാണ് അധികൃതർ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനും ദേവസ്വം ബോർഡും അധികൃതരും ശ്രദ്ധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എരുമേലിയിലും അതുപോലെ പമ്പയിലും ചെറിയ നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. അതുപ്രകാരമാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. പ്രത്യേകിച്ചും സന്നിധാനത്ത് എത്തുമ്പോൾ തിരക്ക് വലിയ നടപ്പന്തലിലും അതുപോലെ തിരുമുറ്റത്ത് എത്തുമ്പോഴേക്കും വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടാതിരിക്കാനുള്ള സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും നീലിമല വഴി വരുന്ന തീർത്ഥാടകർക്ക് മഴ വകവയ്ക്കാതെ വരാനുള്ള സാഹചര്യമുണ്ട്. പലയിടത്തും ഷെൽട്ടറുകളുണ്ട്. എന്നാൽ കാനനപാത വഴി വരുന്നവർക്കാണ് ബുദ്ധിമുട്ട് ഉള്ളത്. എന്തായാലും ഇന്നത്തെ ദിവസവും തിരക്കേറിയ ദിവസമായി തുടരുന്നു. ഇന്നും 1 ലക്ഷത്തോളം തീർത്ഥാടകർ ദർശനം നടത്തും എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോഴുള്ള സൂചനകൾ ലഭിക്കുന്നത്.